പരിശുദ്ധമായ റബീഉൽ അവ്വലിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ പ്രകീർത്തിക്കുകയും അവിടുത്തെ മദ്ഹുകൾ കൂടുതൽ പറയുകയും അവരുടെ മദ്ഹുകൾ ധാരാളമായി ചൊല്ലുകയും അവരുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ മദനീയം നടത്തി വന്നിരുന്ന, അനുവർത്തിച്ചു വന്നിരുന്ന ശൈലിയുടെ ഭാഗമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല റാഹത്തോടെ, നല്ല സന്തോഷത്തോടെ നമുക്ക് ഇൻഷാ അല്ലാഹ് മദ്ഹുകളൊക്കെ ചൊല്ലണം. പ്രത്യേകിച്ച് മദീനയിലെത്തുന്ന വാഹലുൽ ഖുബ്ബത്തി എന്ന് പറയുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തിക്കണേ അല്ലാഹ് എന്ന മഹത്തായ വരികൾ ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും മനോഹരമായി ചൊല്ലാനുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇനിയുള്ള ദിവസങ്ങളൊക്കെയും നമുക്ക് ധാരാളം അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് പറയാനും അവിടുത്തെ ഓർക്കാനുമൊക്കെയുള്ള നല്ല അവസരങ്ങളും നല്ല തൗഫീഖും അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാറ്റിനേക്കാളും നമുക്ക് വലുത് റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ ബഹുമാനവും ആ ആദരവുമെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് വേണ്ടുവോളം ലഭിക്കുന്ന മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.